കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സഹോദരങ്ങൾ ഒരു വാക്യത്തിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ആ വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്നോട് ചോദിച്ച ആ വാക്യവും ആ ചോദ്യവും ഇങ്ങനെയായിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2 Corinthians chapter 4 verse 7 ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ പ്രാധാന്യത്തിലൊരു വാക്യം അവരെഴുതി അറിയിക്കുന്നുണ്ട്. 4:7 ഇങ്ങനെയാണ് വായിക്കുന്നത്: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഇവിടെ ഈ അത്യന്ത ശക്തി എന്താണ് എന്നതാണ് ആളുകൾ എന്നോട് ഒരു വിശദീകരണം നൽകാമോ എന്ന് ചോദിച്ചത്. ഞാൻ വളരെ പെട്ടെന്ന് ആ വാക്യത്തിൻ്റെ ഒരു വിശദീകരണം നൽകാമെന്ന് ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും എന്നോട് ചോദിച്ചവർ മാത്രമല്ല, പല ആളുകൾക്കും ബൈബിൾ ശ്രദ്ധിച്ച് വായിക്കുന്ന പല ആളുകൾക്കും അതിൻ്റെ അർത്ഥം നന്നായിട്ടൊന്ന് ഗ്രഹിച്ചാൽ നല്ലതായിരിക്കുമെന്ന് അവർ ചിന്തിക്കാറുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കുന്നവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടുമില്ല. കാര്യം അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങൾ മുതൽ താഴോട്ട് വായിച്ചാൽ എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷേ ആളുകൾ പലപ്പോഴും കൺഫ്യൂഷനിലാകുന്നതിൻ്റെ കാര്യം പോപ്പുലറായിട്ടുള്ള നമ്മുടെ പ്രീച്ചേഴ്സ് തന്നെ ആ വാക്യത്തെ കോട്ടിക്കളയുന്നതുകൊണ്ടാണ്. അവരുടെ ആഗ്രഹത്തിനും അവരുടെ താല്പര്യത്തിനും അനുസരിച്ച് ആ വാക്യം ജനത്തിൻ്റെ വൈകാരികതയെ ചൂഷണം ചെയ്യാനായിട്ട് ആ വാക്യം അവർ ഉപയോഗിക്കാറുണ്ട്. പോപ്പുലറായിട്ട് നമ്മുടെ ഇടയിലെ ഫേമസ് പ്രീച്ചേഴ്സ് ആ വാക്യങ്ങൾ പലപ്പോഴും തെറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിക്കാണ്. ഞാൻ ആ വാക്യത്തെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് വളരെ പെട്ടെന്ന് ഏറ്റവും ലളിതമായിട്ടൊന്ന് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ, അതായത് ഈ മിനിസ്ട്രി ദൈവത്തിൻ്റെ കരുണയാൽ ഉണ്ടായതാണ്. മിനിസ്ട്രി മാത്രമല്ല, രക്ഷ ദൈവകരുണയാലാണ്. ദൈവം നമ്മളെ വിളിച്ചത് ദൈവകരുണയാലാണ്. ശുശ്രൂഷ ദൈവകരുണയാലാണെന്നാണ് 1-ാമത്തെ വാക്യം പറയുന്നത്. 2-ാമത്തെ വാക്യത്തിനകത്ത് ഞങ്ങൾ മറ്റുള്ളവരെ പോലെ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നില്ല, ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാണ്, ഞങ്ങൾ ദൈവവചനം ഉള്ളതുപോലെ സംസാരിക്കുന്നവരാണ് എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. 3-ാമത്തെ വാക്യത്തിനകത്ത് സുവിശേഷം മറഞ്ഞിരിക്കുന്നത് നശിച്ചു പോകുന്നവർക്കാണ് എന്ന കാര്യം അവരുടെ കണ്ണ് തുറക്കാത്ത കൊണ്ട് അവർക്കിത് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല എന്നതാണ് 3-ാമത്തെ വാക്യത്തിൻ്റെ അർത്ഥം. അതൊക്കെ ഇങ്ങനെ ഓരോ വാചകത്തിൽ പറഞ്ഞു പോയാൽ വിശദീകരണം നിങ്ങൾക്കറിയാം, അത്രയും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ എൻ്റെ ഫോക്കസ് അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് 7-ാം വാക്യത്തിലേക്ക് വേഗത്തിൽ വരാൻ വേണ്ടിയാണ്. 4-ാമത്തെ വാക്യത്തിനകത്ത് സുവിശേഷത്തിൻ്റെ ആ വിശദീകരണം പറഞ്ഞ അപ്പോസ്തലൻ തുടങ്ങിയാണ്: ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്നാണ് വായിക്കുന്നത്. അതായത് സുവിശേഷം എന്തുകൊണ്ടാണ് ജനത്തിന് മനസ്സിലാകാതെ പോകുന്നത്, അവർക്ക് എന്തുകൊണ്ടാണ് ഗ്രഹിക്കാതെ പോകുന്നത് എന്നതാണ് നമ്മൾ 4-ാം വാക്യത്തിനകത്ത് വായിച്ചത്. 4-ാം വാക്യത്തിനകത്ത് അതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുന്നത് അവിശ്വാസികളുടെ കണ്ണ് ഇരുട്ടാണ്, അവർ ബ്ലൈൻഡാണ്. മറ്റ് ലേഖനങ്ങളിലെ വാക്യങ്ങളോട് എടുത്താൽ അവർ ഇരുട്ടിൻ്റെ അധികാരത്തിലാണ്, അവർ മരിച്ചവരാണ്, അവരുടെ കണ്ണ് കുരുടാണ്, അവരുടെ മനസ്സ് കുരുട്ടാണ്. ഇങ്ങനെ ഈ നിലയിലുള്ള പ്രയോഗങ്ങൾ ഒരു പാപിയുടെ അവസ്ഥയെപ്പറ്റി, അവൻ്റെ ഇന്നബിലിറ്റിയെപ്പറ്റി, ആ അബ്സല്യൂട്ട് ഇന്നബിലിറ്റിയെ പറ്റി നിരവധി വാക്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ദൈവതേജസ്സാകുന്ന ആ സുവിശേഷം അവൻ്റെ ഹൃദയത്തിൽ ശോഭിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ കണ്ണിരുട്ടാണ്, അവന് ജീവനില്ല, അവൻ്റെ ഹൃദയം കല്ലാണെന്നാണ് പ്രവാചക പുസ്തകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്നിട്ട് 5-ാമത്തെ വാക്യം അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളെ തന്നെയല്ല, ഞങ്ങളെപ്പറ്റി വലിയ കാര്യങ്ങൾ പറയുകയോ അങ്ങനെയൊന്നുമല്ല, ഞങ്ങളെ തന്നെ ബോസ്റ്റ് ചെയ്യുകയല്ല, ഞങ്ങളുടെ മഹത്വം പറയുകയല്ല, ഞങ്ങളുടെ ശ്രേഷ്ഠത പറയുകയല്ല, ഞങ്ങൾ യേശു കർത്താവാണ് എന്ന് പറയുകയാണ്. ക്രിസ്തു യേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രയും ഞങ്ങൾ പ്രസംഗിക്കുന്നു. വെരി ക്ലിയർ ആണല്ലോ ആദ്യത്തെ 4 വാക്യം. 5 വാക്യം. 6-ാമത്തെ വാക്യത്തിനകത്ത് വീണ്ടും സുവിശേഷം എന്താണ് ചെയ്യുന്നതെന്നാണ് എഴുതി വെച്ചേക്കുന്നത്: ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്നാണ് വാക്യം. നോക്കൂ, വളരെ വളരെ ഡീപ്പായിട്ടുള്ളൊരു വാക്യമാണ്. അതായത് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം. ഇത് എവിടുത്തെ സംഭവമാണ്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിനകത്തെ ഡയറക്റ്റ് റെഫറൻസ് ആണ്. ദൈവം സൃഷ്ടിക്കുന്നു, വെളിച്ചങ്ങളെ സൃഷ്ടിക്കുന്നു. ആ ഉദാഹരണം എടുത്തിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, ദ സെയിം ഗോഡ് ഹു ക്രിയേറ്റഡ് ഫിസിക്കൽ ലൈറ്റ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് ദ സെയിം ഗോഡ് ഹു മസ്റ്റ് ക്രിയേറ്റ് സൂപ്പർ നാച്ചുറൽ ലൈറ്റ് in the soul and usher believers from the kingdom of darkness from the kingdom of darkness to the kingdom of the light. അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന്
സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ഒരുവനെ വരുത്തേണ്ടതിന് ദൈവം ആദിയിൽ വെളിച്ചങ്ങളെ സൃഷ്ടിച്ച പോലെ ഇരുട്ടായ ഡെത്തായ മരണപ്പെട്ട് കിടന്ന കല്ലായ ഹൃദയങ്ങളിലേക്ക് സുവിശേഷത്തിൻ്റെ വെളിച്ചം പ്രകാശിപ്പിക്കുന്നു എന്നാണ് 6-ാമത്തെ വാക്യത്തിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇരുട്ടിലായിരുന്ന നമ്മുടെ ഹൃദയത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ മാധ്യമമാണ് സുവിശേഷം. ദൈവം ഉപയോഗിക്കുന്ന മീഡിയമാണ് സുവിശേഷം. നോക്കൂ, ഏറ്റവും വലിയ അത്ഭുതം അതാണല്ലേ. മരിച്ചു കിടന്ന ഇന്നെബിലിറ്റി ആയിരുന്ന, യാതൊരു സ്വയമായി പ്രതികരിക്കാൻ ഒരു കഴിവുമില്ലാതിരുന്ന നമ്മുടെ അകത്ത് സുവിശേഷത്തിൻ്റെ വെളിച്ചം കൊണ്ടുവന്നു. ആദിയിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെ നമ്മുടെ അകത്ത് പുതിയ സൃഷ്ടി നടത്തി. എങ്ങനെ? സുവിശേഷത്താൽ നടത്തി എന്നതാണ് 6-ാമത്തെ വാക്യം. ഇനി ഇത്തരം കാര്യം മനസ്സിലായില്ലേ? ആദ്യത്തെ 6 വാക്യങ്ങൾ സത്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു വരുന്നത് സുവിശേഷമാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഒരു മനുഷ്യന് ജീവൻ നൽകുന്നത്. ആ സുവിശേഷമാണ് ഒരുവനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. അത് ദൈവത്താലാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഞങ്ങളുടെ പ്രസംഗം വലിയ പ്രയോജനമുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗത്തിന് വലിയ എഫക്റ്റ് ഒന്നുമില്ല. കാര്യം ഈ പറയുന്ന കാര്യത്തിനാണ് എഫക്റ്റ്. ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ ശൈലിക്കോ ഞങ്ങളുടെ വാക്കുകൾക്കോ അല്ല. ആ സന്ദേശം ദൈവശ്വാസീയമാകയാൽ, ആ വചനം ദൈവശ്വാസീയമാകയാൽ അതിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ശക്തി ഉണ്ടെന്നാണ് 6-ാമത്തെ വാക്യത്തിനകത്തൂടെ അപ്പോസ്തലൻ കൺവേ ചെയ്യുന്നത്. എന്നിട്ട് 7-ാം വാക്യം ആ കോണ്ടെക്സ്റ്റ് തന്നെ നോക്കിയേ. എന്നിട്ട് അപ്പോസ്തലൻ പറയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി. അങ്ങനെങ്കിൽ ഈ അത്യന്ത ശക്തി പൊതുവെ വ്യാഖ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും അഭിഷേകമാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെന്നും ഒക്കെ അങ്ങനെ മാത്രമാണ് വലിയൊരു ഗ്രൂപ്പ് ആളുകളും വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനല്ല. ഇവിടെ പറയുന്ന ഈ അത്യന്ത ശക്തി ആ കോണ്ടെക്സ്റ്റിൽ എന്നാണെന്നറിയാമോ? ദ ലൈറ്റ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ വെളിച്ചത്തെ പറ്റിയാണ് 7-ാം വാക്യത്തിൽ അത്യന്ത ശക്തി എന്ന് പറയുന്നത്. എന്താ അത്യന്ത ശക്തി എന്ന് പറയാൻ കാര്യം? ജനഹൃദയത്തിന് ജീവൻ നൽകുന്ന ശക്തി. അതുപോലെ ഇതേ കാര്യമല്ലേ സുവിശേഷമാണ് ദൈവശക്തി എന്ന് റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ എങ്ങനെ എഴുതിയേക്കുന്നത്? സുവിശേഷം രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ എന്നാണ് വായിക്കുന്നത്. കണ്ടോ, സുവിശേഷത്തെ ദൈവശക്തി എന്നാണ് റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്. ആ ദൈവശക്തിയെ തന്നെയാണ് അപ്പോസ്തലൻ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം കൊരിന്ത്യർക്ക് എഴുതിയപ്പോൾ പറഞ്ഞത്. ഈ അത്യന്ത ശക്തി, ദ ലൈറ്റ് ഓഫ് ദ ഗോസ്പൽ, പരിശുദ്ധാത്മ ശക്തിയുടെ കാര്യമല്ല ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സുവിശേഷത്തിൻ്റെ ശക്തിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ വായിക്കുന്നത് നോക്കിയേ. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചതല്ല, ഇത് ഞങ്ങളുടെ മെസ്സേജ് അല്ല, ഇത് കരുണ ലഭിച്ചിട്ട് ഞങ്ങൾക്ക് ലഭിച്ചതാണ്. ഈ മിനിസ്ട്രി, ഈ സന്ദേശം ദൈവം ഞങ്ങൾക്ക് നൽകിയതാണ്. ദൈവത്തിൻ്റെ ആ ഗ്രേറ്റ് കമ്മീഷനാണ് എല്ലാവരോടും ഈ സന്ദേശം പറയുക എന്നുള്ളത്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. അതായത് ദൈവം നമുക്ക്, മാനവകുലത്തിന്, വിശ്വസിക്കുന്നവർക്ക് രക്ഷ ലഭിക്കേണ്ടതിന് നൽകിയേക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ് ഈ സുവിശേഷം. ഈ നമ്മുടെ കർത്താവിനെ പറ്റിയാണ് തിരുവെഴുത്ത് പറയുന്നത്. നീ ദൈവത്തിൻ്റെ ദാനവും എന്ന് യേശുവിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് വായിക്കുന്നുണ്ട്. നോക്കൂ, അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം. അങ്ങനെങ്കിൽ ഈ നിക്ഷേപം എന്നാ? ഈ അത്യന്ത ശക്തി, ലൈറ്റ് ഓഫ് ദ ഗോസ്പൽ, ഈ ട്രഷർ എന്നുള്ളത് സുവിശേഷത്തെ പറ്റി തന്നെ പറയുന്നതാണ്. അത്ര വിലപിടിപ്പുള്ള, അത്ര മഹത്വകരമായ ഈ ട്രഷർ ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. മൺപാത്രങ്ങളിൽ പകരുക എന്ന അപ്പോസ്തലൻ അവിടെ പറയുമ്പോൾ അതിന് വളരെ 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 പ്രാധാന്യതയുള്ള ഒരർത്ഥമെന്നുള്ളത് അപ്പോസ്തലൻ, അല്ലെങ്കിൽ ഈ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ട ആളുകളെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്ന പദം മൺപാത്രം അല്ലെങ്കിൽ ക്ലേ പോട്ട് എന്നാണ്. ഈ റിഫോർമേഷൻ നടക്കുമ്പോൾ ലൂതറിനെ പ്രിവി പോട്ടെന്ന് അന്നത്തെ റോമൻ കാത്തലിക്കിലെ ആളുകളൊക്കെ വിളിച്ച് അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വെറും ക്ലേ പോട്ടാണ്. പക്ഷേ അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ ക്ലേ പോട്ടാണ്, പക്ഷേ ഈ ജീവൻ കൊടുക്കുന്ന അത്യന്ത ശക്തിയായ ദൈവശക്തിയായ ഈ ട്രഷർ ദൈവം ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? അത്യന്ത ശക്തി എന്നുള്ളത് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തെ പറ്റി പറയാനാണ് ഉപയോഗിച്ചേക്കുന്നത്. ആ ട്രഷർ എന്നുള്ളത്
എത്ര വിലപിടിപ്പുള്ളത് ഈ മൺപാത്രങ്ങളായ ഫ്രാജയിലായ ഫീബിളായ ഏത് സമയവും പൊട്ടിപ്പോകാവുന്ന ടെമ്പററായ ഈ മൺപാത്രങ്ങളിൽ ആ വലിയ നിക്ഷേപം പകർന്നിരിക്കുന്നു. അതാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് എന്നതാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം, സുവിശേഷത്തിൻ്റെ മഹത്വം, സുവിശേഷത്തിൻ്റെ ശക്തി, സുവിശേഷത്തിൻ്റെ വില, ഈ കാര്യങ്ങളെ പറയാനായിട്ട് പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. അതിൻ്റെ വിശദീകരണത്തിന് പറഞ്ഞിരിക്കുന്ന പദമാണ് അത്യന്ത ശക്തി. ഈ നിക്ഷേപം സാധുക്കളായ ഞങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഏത് വാക്യവും വായിക്കുമ്പോൾ നിങ്ങൾ കോണ്ടെക്സ്റ്റിൽ വായിക്കണം. ടെക്സ്റ്റ് വിത്തൗട്ട് കോണ്ടെക്സ്റ്റ് ഈസ് പ്രീ ടെക്സ്റ്റ് എന്ന് പറയാറുണ്ട്. പശ്ചാത്തലം കൂടാതെ വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ വലിയ അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാകും, നമ്മൾ വഞ്ചിക്കപ്പെടും. ഒരിക്കലും അങ്ങനെ ആകരുത്. ദൈവവചനം അതിൽ തന്നെ സഫിഷ്യൻ്റ് ആണ്. അത് വായിച്ചാൽ നമുക്ക് വേദപുസ്തകത്തിൻ്റെ ആ പ്രധാന സന്ദേശം ഗ്രഹിക്കാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ദൈവവചന സത്യങ്ങൾ ഗ്രഹിക്കാൻ കൃപ നൽകട്ടെ. അതിനായിട്ട് ദൈവാത്മാവിൻ്റെ സഹായം അധികമായിട്ട് നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വാക്യത്തിന് വിശദീകരണം ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് ആത്മീയ വളർച്ചയ്ക്ക് പ്രയോജനമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ.